എവിടെ നിന്നാ വരുന്നേ? ഞാൻ കോഴിക്കോട്. കോഴിക്കോട് നിന്നാണ്. എന്താ പേര് പറഞ്ഞോ? പേര് പാർവണേന്ദു. എന്തായിരുന്നു ഐറ്റം? എൻ്റെ മലയാള പദ്യം ചൊല്ലലും കന്നഡ പദ്യം ചൊല്ലലും കഴിഞ്ഞു. ഇന്നലെ ആയിരുന്നു. ഇന്നലെ മലയാളം രാത്രിയായി കഴിയുമ്പോൾ കന്നഡ ഉച്ചയായി. ഒരുപാട് ലേറ്റ് ആയിട്ടായിരുന്നു. കുറച്ച് വൈകി. എങ്ങനെയുണ്ടായിരുന്നു? റിസൾട്ട് അറിഞ്ഞോ? എ ഗ്രേഡ് ഉണ്ട് രണ്ടിനും. ഉഷാർ. അപ്പൊ എങ്ങനെയാ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് പദ്യം ചൊല്ലൽ അവതരിപ്പിക്കുമല്ലേ? ಲಕ್ಷ್ಮೀಶ ಕವಿಯ ಜೈಮಿನಿ ಭಾರತದಿಂದ ಆಯ್ದುಕೊಂಡ ಭಾಗ. ಮಡಿದಿಹ ಮಂತ್ರಿಸುದರು ಜೀವಿಸಲಿ ಎಂದು ಚಂದ್ರಹಾಸನು ದೇವಿಯಲ್ಲಿ ಬೇಡಿಕೊಳ್ಳುವ ಸನ್ನಿವೇಶ. ಚಂಡಿಕಾಲಯ ಕಖಿಲ ಜನ ಸಹಿತ ನಡೆತಂದು ದಿಂಡುಗೆಡೆದಿಹ ಮಾವ ಮೈದುನರ ಹಾನಿಯಂ ಕಂಡು ಕಡು ಶೋಕದಿಂದುರೆನೊಂದು ಚಂದ್ರಹಾಸಂ ದೇವಿಯಂ ನೋಡುತ್ತೆ ಖಂಡಿಸಿದಲೌ ತನ್ನ ಭಾಗ್ಯಮಂ ತಪ್ಪಾವುದು ಅಂಡಲೆದು ಪಡೆವೆನಿ ವರಸುಗಳಂ ಮೀರಿದುಡೆ ಪುಂಡರೀಕಾಂಬನ ಸಾಯುಜ್ಯಮೆನಗಾಗಲೆಂದು ನಿಶ್ಚಿತನಾಥನು. ഇത് കന്നഡ പദ്യം ചൊല്ലായിരുന്നല്ലോ അല്ലേ? മലയാളത്തിൽ ഏതാ ചൊല്ലിയത്? മലയാളം എം.എൻ. പാലൂരിന്റെ ഉഷസ്സാണ് ചൊല്ലിയത്. അതൊന്നുകൂടെ ഒന്ന് അവതരിപ്പിക്കത്തില്ലേ? ഉഷസ്സേ മനുഷ്യന്റെ സൗന്ദര്യ സങ്കല്പമാകെ കുഴച്ചാരു നിർമ്മിച്ചു നിന്നെ വെളുക്കുന്നതിൻ മുൻപെഴുന്നേറ്റ് മുങ്ങിക്കുളിച്ചെത്തിടും നിത്യചൈതന്യമേ സത്യസൗന്ദര്യമേ സാരസർവസ്വമേ കത്തുമഗ്നിക്ക് തുല്യം ജ്വലിക്കുന്ന നിൻരാഗപൂരങ്ങളിൽ ജീവജാലങ്ങളിൽ രോമഹർഷങ്ങളെന്നും വളർത്തുന്നു നീ ധർമ്മപത്നിക്ക് തുല്യം. എന്നാലും എ ഗ്രേഡ് കിട്ടിയ കവിതകളാണ് അവതരിപ്പിച്ചത്. ഈ കന്നഡ പദ്യം ചൊല്ലലിലേക്കൊക്കെ ഏതെങ്ങനെയാ? അത് പ്രത്യേകമായിട്ട് കലോത്സവത്തിന് വേണ്ടി തന്നെ പഠിച്ചതാണോ? കലോത്സവത്തിന് വേണ്ടിയിട്ട് ഞാൻ പേരാമ്പ്ര ഷീജ പ്രകാശ് എന്ന മിസ്സിൻ്റെ അടുത്ത് പോയിട്ട് പഠിച്ചതാണ്. കവിത രവീന്ദ്രൻ ഉദയത്താണ് റെഡിയാക്കി തരുന്നത്. കന്നഡ അറിയാമായിരുന്നോ? ഇല്ല, കന്നഡ ലാംഗ്വേജ് അറിയില്ല. ഞാൻ ഇതിനു വേണ്ടിയിട്ട് അങ്ങനെ പഠിച്ചു. എന്തായാലും ഉഷാറായി. നമുക്ക് കന്നഡയിലും മലയാളത്തിലും പദ്യം ചൊല്ലലിൽ പങ്കെടുത്ത് എ ഗ്രേഡ് നേടിയ കലാകാരിയാണ്. കോഴിക്കോട് നിന്നാണ് വരുന്നത്. കപ്പ് കഴിഞ്ഞ് കോഴിക്കോട് നിന്നാണ് അവരിങ്ങോട്ട് കൊണ്ടുവന്നത്. തിരിച്ചങ്ങോട്ട് തന്നെ കൊണ്ടുപോകുന്നുള്ള വാശിയിൽ തന്നെയാണ് കോഴിക്കോട് നിലവിലുള്ളത്. കാരണം ഈ പോയിന്റ് പട്ടികയൊക്കെ നോക്കുമ്പോഴും നമുക്ക് അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മുടെ ഈ സ്റ്റേജിലേക്ക് വരുന്ന നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് വരുന്നവർക്ക് നൽകുന്ന ഉപഹാരങ്ങൾ, അത് ചെറിയ തരത്തിൽ ഉപഹാരങ്ങൾ നൽകാറുണ്ട്. ആ ഒരു പതിവ് പൂർണ്ണേന്ദുവിൻ്റെ കാര്യത്തിലും നടപടികൾ ഉണ്ടാകണം. അതെ, പതിവ് തെറ്റിക്കണ്ട എന്ന് തന്നെയാണ് നമ്മുടെ നിബിൻ ദമാസ് അതിന് വേണ്ടിയിട്ട് പോകുന്നുണ്ട്, ഇത് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട്. നമുക്ക് പൂർണ്ണേന്ദുവിന് കൊടുക്കാം, ആ ഉപകാരം കൊടുക്കാം. അതിനേക്കാൾ ഒക്കെ ഉപരി, ഉപകാരങ്ങളെക്കാളൊക്കെ ഉപരി ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, ആ ഉപകാരം. നിബിൻ ദമാസ്. അതെ, ഒരുപാട് നന്ദിയുണ്ട് നമുക്കിവിടെ വന്ന് അവതരിപ്പിച്ചതിനും. അപ്പോൾ